ഇന്ത്യൻ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഒന്ന് പരിശോധിച്ചാലോ. 2020 ഇന്ത്യൻ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ആദ്യ കളിയിൽ 8 റൺസാണ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ്. 1.3 ഓവേഴ്സാണ് അവർ ഒരുമിച്ച് ബാറ്റ് ചെയ്തത്, ഇഷാനും അഭിഷേകും. രണ്ടാമത്തെ മത്സരത്തിൽ നമ്മളുടെ സഞ്ജു സാംസൺ, ഇഷാൻ 25 റൺസാണ്. ഇഷാൻ്റെ കോൺട്രിബ്യൂഷൻ വെറും 3 റൺസാണ് ആ സമയത്ത്. 3 റൺസ്. സഞ്ജു സാംസൺ 22 റൺസാണ് 8 ബോളിൽ നിന്ന്. 2 ഓവറിൽ 25 റൺസ്. ഇതുവരെയുള്ള ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഇതാണ് ഇന്ത്യയുടെ. അതിൻ്റെ അകത്ത് ടോപ്പ് സ്കോറർ സഞ്ജു സാംസൺ 3614. അത് കഴിഞ്ഞിട്ട് അടുത്തത് 1 റണ്ണാണ്. അടുത്ത കളിയിൽ 1 റൺ, 1 ഓവർ 1 റൺ പാർട്ട്ണർഷിപ്പ്. പിന്നെ അടുത്ത കളിയിൽ 0 റൺസാണ് പാർട്ട്ണർഷിപ്പ്. ഇപ്പോൾ ലാസ്റ്റ് കളിയിൽ 0 റൺസാണ് പാർട്ട്ണർഷിപ്പ്. ഈ പ്രാവശ്യം ആദ്യം ഔട്ടായത് ഇഷാൻ കിഷൻ. അപ്പോൾ ഇന്ത്യയുടെ ഇതുവരെയുള്ള ആ ഒരു കളി ഒഴിച്ചു നിർത്തി 2 അക്കം കടന്നിട്ടേ ഇല്ല. സഞ്ജുവും ഇഷാനും ബാറ്റ് ചെയ്തപ്പോഴാണ് കിടന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഈ പിള്ളേരൊക്കെ പുതിയുഗ പിള്ളേരാണ്. ഇവർക്ക് ടെമ്പർമെൻറ്റ് കുറവാണ്. ടെമ്പർമെൻറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇവർ മിസ്റ്റേക്സ് വരുത്തും. സഞ്ജു അങ്ങനെയല്ല, 10 വർഷത്തോളമായിട്ട് വളരെ ശക്തമായ നിലയിൽ കളി. അവനെ അവസരം കൊടുക്കാതെ ഒതുക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഒരാളാണ്. ഏത് ഷോട്ടും ഏത് സമയത്തും കളിക്കാൻ കഴിവുള്ളവനാണ്. അവൻ കളിച്ചത് അവൻ്റെ സിൻസിയാരിറ്റിയിൽ നിന്നുകൊണ്ടാണ്, അവനോട് പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ടാണ്. ചില ഫാൾട്ടുകൾ അവന് വന്നിട്ടുണ്ട്, ചില ചെറിയ പിഴവുകൾ. സിംഗിൾ എടുക്കാൻ ശ്രമിച്ച കളിയാണ് ലാസ്റ്റ് 22 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ സിംഗിൾ എടുക്കാൻ വേണ്ടി അവൻ ലോഫ്റ്റ് ചെയ്ത ബോളാണ്. സിക്സറിന് തക്കവണ്ണം പോയി എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് സർക്കിളിനെ ജസ്റ്റ് എടുത്ത് പുറത്തേക്ക് ഇടാൻ വേണ്ടി മാത്രം ശ്രമിച്ചതാണ്. പക്ഷേ അവർ ആ ബാക്കിലേക്ക് ഇറക്കി ആളെ നിർത്തിയത് കൊണ്ട് അവിടെ പ്രശ്നമുണ്ടായി. അല്ലെങ്കിൽ അവൻ ഔട്ടാകുന്ന പ്രശ്നമില്ല, അന്ന് സെഞ്ചുറിയിലേ കയറുള്ളൂ. പൊളിറ്റിക്സാണ്. കേരളത്തിനെതിരെയും അവനെതിരെയും ഇന്ത്യക്കെതിരെയും. ഇന്ത്യയെ അവർ കൊല്ലുകയാണ്.